ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധര നിധിയുടെ കൂടെ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നീട് വസുന്ധര നേരെ ശിവാനിയുടെ അടുത്തോട്ട് വരികയാണ്. ഈ സമയം വസുന്ധര വന്ന് പറയുന്നുണ്ട് ശിവാനിയോട്, ഇവിടെ അവൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അവൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങിയത് അവളുടെ അമ്മക്കല്ല എന്ന് പറയുമ്പോൾ ശിവാനി, അമ്മക്കാണോ എന്നുള്ളത് ഞാൻ അപ്പം തെളിയിച്ചു തരാം, എൻ്റെ അമ്മക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേണുകൾക്ക് വിളിക്കാം. അങ്ങനെ രേണുകയോട് ചോദിക്കുകയാണ്, അവിടെ നിധി വന്നിരുന്നോ? ഇല്ല. അവിടെ ചന്ദ്രയാൻ്റി ഉണ്ടോ? അവർ പുറത്തു പോയിരിക്കുകയാണ്. അപ്പം നിധി മെഡിസിനുമായി അങ്ങോട്ടേക്ക് വരിക പിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധര പറയണേ, ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി? അവൾ വേറെ ആരോ കാണാൻ പോയിരിക്കുകയാണ്, കണ്ടില്ലേ? അവൾ മരുന്നുമായി വാങ്ങിപ്പോയിരിക്കുന്നത്, എന്തോ ഒരു കള്ളത്തരം അവളിലുണ്ട് എന്ന് പറയട്ടോ. എന്നാൽ നമുക്ക് ഇപ്പോൾ പൊളിക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ പാറുവിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ പാറുവിനോട് കാര്യങ്ങൾ ചെന്ന് പറയണേ. എന്നാൽ ഈ സമയം നിധിയും ഗൗതമും കൂടി കയറി വരികയാണ്. അങ്ങനെ പാറു ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ പോയത്? നിൻ്റെ അമ്മയുടെ അടുത്തോട്ട് എന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ അമ്മയുടെ അടുത്തോട്ടല്ല പോയത്, നീ വീട്ടിൽ ചെന്നില്ലെന്ന് രേണുക പറഞ്ഞല്ലോ. അപ്പോൾ ഉടനെ നിധി പറയണേ, ഞാൻ എൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞല്ലോ, നീ നിൻ്റെ വീട്ടിൽ ചെന്നില്ലെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞല്ലോ എന്ന് ശിവാനി അവിടെ പറയണ കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞല്ലോ നീ വീട്ടിൽ വന്നില്ലെന്ന്, പിന്നെ നീ ആർക്കാണ് മരുന്ന് വാങ്ങിയത്? അപ്പോഴേക്കും വസുന്ധര പറയണേ, ശരിയാണ്, ഇനി മെഡിക്കൽ സ്റ്റോറിൽ ആർക്കാണ് മരുന്ന് വാങ്ങാൻ പോയത്? നീ ആരെ കാണാനാണ് പോയത്? അത് കേട്ടോടെ തന്നെ പാറു പറയണേ, നിധി നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? കാരണം പാറുവിന് സത്യം അറിയാം. പാറു ഈ മനസ്സിൽ കരുതുന്നത് ഈ പറയുന്ന നിധി കാണാൻ പോകുന്നത് ഈ പറയുന്ന ഇവളെ തന്നെയെന്ന്, അതായത് നിർമ്മലയെ തന്നെ നന്നായിട്ട് പാറുവിനെ അറിയാലോ. അപ്പോൾ ആ ടെൻഷനോട് നിൽക്കാതെ ചോദിക്കാൻ കേട്ടോ, മര്യാദക്ക് നിധി നീ പറയും, ഇവിടെ നിന്ന് നീ എങ്ങോട്ടേക്കാണ് പോയത്? നിൻ്റെ വീട്ടിലോട്ടാണോ പോയത്? അല്ല എന്ന് നിൻ്റെ അമ്മായി വിളിച്ച് പറഞ്ഞല്ലോ, പിന്നെ നീ എങ്ങോട്ടേക്ക് പോയത്? ഞാൻ അമ്പലത്തിലോട്ട് എൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് കേട്ടോടെ തന്നെ കള്ളം പറയാം ആൻറ്റി, ഇവൾ കള്ളം പറയാണ് ആൻറ്റി, ഓരോ ദിവസവും ഇവൾ പറ്റിച്ചും കൊണ്ടിരിക്കുന്നത്, ഇവൾ ഇപ്പോഴും കള്ളം പറയുന്നു എന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ നിധി പറയണം, ഞാനെന്തിനും കള്ളം പറയുന്നു, ഞാൻ കള്ളം തന്നെ. അത് കേട്ടോടെ തന്നെ വസുന്ധര പറയാണ്, എന്നാൽ ശരി നിൻ്റെ അമ്മക്ക് വിളിക്ക്. അത് കേൾക്കുന്ന നിധി ഇങ്ങനെ പരിങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ സമയം എന്താ നിനക്ക് വിളിക്കാൻ വയ്യല്ലേ? നിൻ്റെ അമ്മക്ക് വിളിക്കേ, നീ മരുന്നുമായി നിൻ്റെ അമ്മയുടെ അരികിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയണ്ടേ? അപ്പോൾ ഗൗതം പറയണേ, ഇപ്പോൾ മരുന്നുമായി വീട്ടിൽ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിധി അവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവളുടെ അമ്മയെ കണ്ട് മരുന്ന് കൊടുത്തെങ്കിലോ? അപ്പോൾ അത് കേട്ട ഉടനെ നീതി പറയാൻ, ശരിയാണ്, വഴിയിൽ വെച്ച് ഞാൻ എൻ്റെ അമ്മക്കാണ് മരുന്ന് കൊടുത്തതെങ്കിലോ എന്ന് വീണ്ടും അവിടെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ പാറു പറയണേ, നിധി നീ സത്യം പറഞ്ഞോ, അതല്ലെങ്കിൽ നീ നിൻ്റെ അമ്മക്ക് വിളിക്കേ. ഇതേ സമയം നിധി ശരി എൻ്റെ അമ്മക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നിധി തൻ്റെ അമ്മക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി ആണെങ്കിലോ അമ്മേ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ശിവാനി പറയും, സ്പീക്കറിലിടെന്ന് പറയണേ. അങ്ങനെ സ്പീക്കറിലിടാണ്. അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും, മോളെ നിധി നീ തന്ന മരുന്നുമായി ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓട്ടോയിലാണ് ഞാൻ. അത് കേട്ട ഉടൻ തന്നെ ഇതിലെന്തോ ഒരു പന്തികേട് ഉള്ളതായിട്ട് വസുന്ധരയ്ക്ക് തോന്നുകയാണ്. അപ്പോൾ ഇതേ സമയം പാറുവാണെങ്കിൽ സമാധാനത്തോടു കൂടിയാണ് ഇരിക്കണം. കാരണം പാറുവിന് ആശ്വാസമായി കേട്ടോ. പാറുവിന് പറയാൻ വാക്കുകളില്ല, അത്രയും ആശ്വാസമായിരിക്കുകയാണ്. അങ്ങനെ ഈ സമയം നിധി പറയണേ, എന്താ ഞാൻ മരുന്ന് വാങ്ങി കൊടുത്തില്ല എന്നുള്ളതുണ്ടോ? മോളെ നീ അമ്പലത്തിലോട്ട് എന്നെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് തൊഴുകയും പിന്നീട് ഞാൻ നീ കൊണ്ടുവന്ന മരുന്നുമായി വീട്ടിലോട്ട് പോവുകയാണ്. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം, അവിടെ എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ? ഗൗതം നിൻ്റെ അരികിലുണ്ടോ? ആ ഗൗതം ഇവിടെയുണ്ട്. ആ എന്താ അമ്മായി വിവരങ്ങൾ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചന്ദ്രയോട് ചോദിക്കുകയാണ്. ആൻറ്റി എങ്ങനെയുണ്ട്? ആൻറ്റിക്ക് കറക്റ്റായി മരുന്ന് കഴിക്കണം, ആവശ്യമില്ലാത്ത ടെൻഷനുകളൊന്നും തലക്കൊന്നും കൊടുക്കേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ സത്യം പറയുകയാണെങ്കിൽ വസുന്ധര കിളി പോയതുപോലെ നിൽക്കണം കേട്ടോ. അപ്പോൾ വസുന്ധര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതൊരു എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വസുന്ധരക്ക് മനസ്സിലാവട്ടെ കേട്ടോ. പിന്നീട് ഗൗതം ഇങ്ങനെ നിധിയെ നോക്കുമ്പോൾ നിധിയും ഗൗതമും ഇങ്ങനെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് നിധി പറയാണ്, ഞാൻ അമ്മയോട് സംസാരിക്കുന്ന സമയം വസുന്ധരേൻ്റെ എൻ്റെ പിറകിലുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. വസുന്ധരേന്തി എൻ്റെ പിറകെ വരികയും വണ്ടിയെടുത്ത് പിറകെ വരികയും എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും പോകുന്നത് വീട്ടിലോട്ടല്ല എന്ന് ഉള്ള സത്യം ശിവാനിയും വസുന്ധരയും കൂടി തെളിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അവിടെ അങ്ങനെ കള്ളത്തരം പൊളിയാതിരുന്നത്. അങ്ങനെ വസുന്ധരയുടെ അടുത്തോട്ട് ചെന്നിട്ട് പറയണേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ അമ്മക്ക് മരുന്ന് വാങ്ങാൻ പോയതാണ്, അത് കൊടുക്കാൻ പോയതാണ്. അത് കേട്ട ഉടനെ വസുന്ധര പറയണേ, നീ ഒളിപ്പിച്ച് വെക്കുന്ന ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഗൗതം റൂമിൽ ചെല്ലുമ്പോൾ നിധി പതിയെ പിറകെ ചെന്ന് ഗൗതമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണയുടെ പോയിടോ, താനെന്നെ പേടിപ്പിച്ചല്ലോ എന്ന് പറയണേ. ഈ സമയം എന്തായാലും ഇനിയിപ്പോൾ ഈ കളി വല്ലാത്തൊരു കളി തന്നെയാണ്. ഈ ശിവാനി എന്ന് പറയുന്നവൾ ഇവിടെ നിൽക്കും തോറും കൂടുതൽ പ്രശ്നങ്ങളിലോട്ട്
പോകും എന്നിങ്ങനെ ഗൗതം പറയുമ്പോൾ ഉടൻ തന്നെ നിധി പറയണേ അവളുടെ താണ്ഡവം ഇന്നോടുകൂടി നമുക്ക് നിർത്താം. അതെങ്ങനെ? അവൾ ഒരിക്കലും പ്രണവും അവളുമായി സംസാരിക്കാനുള്ള ഒരു ഇടവുണ്ടാവില്ല. അതെങ്ങനെയെന്നാണ് ചോദിച്ചത്. അത് തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് അവളുടെ ബർത്ത്ഡേ ആണെന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന ഗൗതം പറയണേ അവളുടെ ബർത്ത്ഡേ ആണെന്നുള്ളത് പറയാനാ ഇപ്പം നീ വന്നത്? അതല്ല, അവളുടെ ബർത്ത്ഡേയോട് കൂടി നമുക്കതങ്ങ് ആഘോഷിക്കാം. അപ്പോൾ നീ അവളെ ശരിക്കും സത്യത്തിൽ അവളെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഇവിടെ നിർത്താനാണോ അതോ അവളെ ഇവിടെ നിന്നും പുറത്താക്കാനാണോ നീ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ പുറത്താക്കാൻ. പക്ഷേ ഈ ബർത്ത്ഡേ അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു ബർത്ത്ഡേ ആയിരിക്കും. അത് നമുക്ക് ആഘോഷിക്കാം. അവളുടെ ജന്മദിനം ഇന്നിങ്ങനെ ആവട്ടെ എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് നമുക്ക് മുന്നിൽ വ്യക്തമാക്കില്ല. പിന്നീട് കാണിക്കുന്നത് ശിവാനിയും പ്രണവും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ 12 മണി അടിക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ബെല്ലടിക്കുകയാണ്. ഈ പറയുന്ന ബെല്ലല്ല കേട്ടോ, കഥകിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം പ്രണവാണെങ്കിൽ ഇത് ആരാ ഈ അർദ്ധരാത്രി കഥക് തട്ടുന്നത്? അപ്പോൾ ശിവാനി പറയണ് ആരാ ഇപ്പോൾ ഇത്, ആരാ എന്ന് ശിവാനി ചോദിക്കുന്നുണ്ട്. ഇതേ സമയം വീണ്ടും വീണ്ടും ഇങ്ങനെ തട്ടിയതിന് മുകളിലൂടെ തട്ടണം കേട്ടോ. അപ്പോൾ ആരെന്ന് ചോദിച്ചില്ലേ എന്ന് പ്രണവ് പറയുമ്പോൾ ഉടൻ തന്നെ ശിവാനി ആരെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വീണ്ടും തട്ടുമ്പോൾ ശിവാനിക്ക് പേടി വരണം. അപ്പോൾ ശിവാനി പ്രണവിനോട് പറയണം, പ്രണവേ എനിക്ക് പേടിയാവുന്നത് ആരാ ഈ അർദ്ധരാത്രി വാതിൽ തട്ടുന്നത്? നീ ഇങ്ങ് വായോ, എന്തായാലും ലേറ്റ് ഇടാൻ പറ്റുന്നില്ല, എന്തായാലും നീ ഇങ്ങ് വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ ഇരുട്ടിൽ തപ്പിപ്പിടിച്ച് പതിയെ ഇങ്ങനെ ഹാളിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് കാണാം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരായി വിഷ് ചെയ്യുന്നു കേട്ടോ. അതോടുകൂടി ലൈറ്റ് ഓൺ ചെയ്യുകയും ശിവാനി ആകെ ഞെട്ടലോടുകൂടി നിൽക്കുകയും ചെയ്യാണ്. എന്നാൽ പ്രണവിൻ്റെ മുഖത്ത് അഹങ്കാരഭാവം തന്നെയാണ് കേട്ടോ. ഭയങ്കര ദേഷ്യഭാവത്തോടു കൂടി നിൽക്കുന്നത്. അങ്ങനെ വസുന്ധര ഹാപ്പി ബർത്ത്ഡേ, നിൻ്റെ പിറന്നാളല്ലെന്ന്, നിൻ്റെ ജന്മദിനമല്ലേ, നീ മറന്നുപോയോ? അപ്പോഴേക്കും പാറു പറയണേ ശിവാനി നീ ഇത് മറന്നുപോയോ? അപ്പോൾ നിധി പറയണേ നീ മറക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന നിൻ്റെ ജന്മദിനം ഇങ്ങനെ ആഘോഷിക്കാൻ തീരുമാനിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രണവാണെങ്കിലോ ഇവിടെ എന്തായി സംഭവിക്കുന്നതെന്ന് സത്യത്തിൽ മനസ്സാതെ പ്രണവാകെ കിളിപോയതുപോലെ നിൽക്കുമ്പോൾ വസുന്ധര പറയണേ നീ എന്താ ശിവാനി ഇങ്ങനെ നിൽക്കുന്ന? ഒരാൾ ബർത്ത്ഡേ മറക്കുമ്പോൾ അത് ഓർമ്മപ്പെടുത്തി നിന്നെ വിഷയ വരുമ്പോൾ അതിന് നന്ദി നീ പറയണ്ടേ? അപ്പോൾ ഉടൻ തന്നെ ശിവാനി അതിന് നന്ദി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം ഗൗതം പറയണേ എന്താ ശിവാനി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്ന? കേക്ക് കട്ട് ചെയ്ത് പ്രണവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പ്രണവ് ആകെ കിളിപോയതുപോലെ നിൽക്കുകയാണ്. പിന്നീട് ശിവാനി വന്നിട്ട് ആ കേക്ക് കട്ട് ചെയ്യണേ, എന്നിട്ട് ഇതിലൊരു കഷ്ണം എടുത്ത് പ്രണവിൻ്റെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം നിധി ഇങ്ങനെ ഒരുതരം ഒരു കളിയാക്കുന്നത് പോലെയുള്ള ഒരു ചിരിയാണ് കേട്ടോ. ഇത് നിൻ്റെ അവസാനത്തെ ബർത്ത്ഡേ ആണെന്നുള്ള ലെവലിലാണ്. അങ്ങനെ നിധി പറയാണ് എന്തായാലും ബർത്ത്ഡേ വിഷയമായിട്ട് ഞാനൊരു കേക്ക് പീസ് കട്ട് ചെയ്ത് നിൻ്റെ വായിൽ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ശിവാനിക്ക് അങ്ങ് കൊടുക്കാനിട്ട്. അപ്പോൾ ശിവാനിയാണെങ്കിലും മടിച്ച് കഴിക്കുകയാണ്. ഇതേ സമയം വസുന്ധരയാണെങ്കിലോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് കേക്ക് കൊടുക്കുകയാണ്. ആ സമയം പാറു പറയണേ എൻ്റെയും ഗിഫ്റ്റ് നിനക്ക് വേണ്ടേ ഇതാ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നിധിയുടെ ഗിഫ്റ്റ് ഇല്ല. അപ്പോൾ ഇവിടെ തന്നെ ശിവാനി പറയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് എന്നെ ഓർമ്മപ്പെടുത്തി നിന്നിൽ എൻ്റെ ഗിഫ്റ്റിൽ നിൻ്റെ അടുത്ത് നിന്നും എനിക്ക് ഗിഫ്റ്റ് ഇല്ല എന്ന് ചോദിക്കണം കേട്ടോ. അത് കേട്ട ഉടനെ ഓ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിധി പറയാണ് ഞാനും പാറു ആൻറ്റിയും കൂടി തരുന്ന ഗിഫ്റ്റാണ്, അതിനി പൊളിച്ചു നോക്കി, ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വാങ്ങിയ ഗിഫ്റ്റാണ്, ഒരുമിച്ച് എടുത്ത ഗിഫ്റ്റാണ്, അത് തുറക്കുകയെന്ന് പറയണേ. അപ്പോഴേക്കും പ്രണവ് പറയണേ തുറന്ന് നോക്കിയെന്ന് പറയണേ. അങ്ങനെ ശിവാനി ആ ബോക്സ് തുറന്ന ഉടനെ അതിൽ കാണുന്ന കാഴ്ച ആ വീടിൻ്റെ താക്കോലായിരിക്കട്ടോ. ഇനി സർവ്വ അധികാരങ്ങളും ശിവാനിക്ക് കൊടുക്കുന്നതായിരിക്കട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ഞെട്ടലോടുകൂടി ശിവാനി നിൽക്കുകയാണ്. അപ്പോൾ വസുന്ധരയെ എത്തി നോക്കുമ്പോൾ വസുന്ധരയ്ക്കും വാക്കില്ല. അപ്പോൾ വസുന്ധരയും പറയാണ് ശിവാനി നിൻ്റെ ആഗ്രഹം നടന്നില്ലേ? അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഈ ഒരു ഇതാവുമ്പോൾ പറയാൻ വാക്കുകളില്ല കേട്ടോ. അപ്പോൾ നിധി പറയണം എന്തായാലും ഇന്ന് മുതൽ നീയാണ് ഇനി വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഇതുവരെ ഞാനായിരുന്നല്ലോ, ഇനി ഇന്ന് മുതൽ നീയാണ്. എന്തിന് നേരം വെളുത്ത് കോഫി മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഭക്ഷണ കാര്യങ്ങളെല്ലാം നീ ചെയ്യണം. ഇവിടുത്തെ സ്വർണം, അതുപോലെ പണം, അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, വീട് നോക്കൽ, ക്ലീനിങ്, അടിക്കൽ, തൂക്കൽ, എല്ലാത്തിനും നിയന്ത്രണവും എല്ലാതും ചെയ്യേണ്ടത് നീയാണ്. ഇവിടെ മെനു അനുസരിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് കേൾക്കുമ്പോൾ ശിവാനി ആകെ കിളിപോയതുപോലെ നിൽക്കണം കേട്ടോ. എന്നാൽ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവർ കിടന്നുറങ്ങാണ്. ഇതേ സമയം വസുന്ധര എന്താ ശിവാനി നീ ഇങ്ങനെ പകച്ച് നിൽക്കുന്നത്? അപ്പോൾ പ്രണവ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൻറ്റി ഈ ഒരു ചാവി എനിക്ക് കെണിയായിട്ടാണ് തോന്നുന്നത്, അതൊക്കെ നിൻ്റെ തോന്നലാണ്, നീ ഈ ചാവിക്ക് വേണ്ടി ഒരുപാട് തല്ലുകൂടിയതല്ലേ, ഇപ്പം നിനക്ക് ഈ ചാവി കിട്ടുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.